നമസ്കാരം. നമുക്ക് ഒരു നാഷണലൈസ് ബാങ്കിൽ നിന്നോ മറ്റുള്ള ബാങ്കിൽ നിന്നോ നമുക്കൊരു മുദ്രാ ലോൺ തരപ്പെടുത്തി എടുക്കണമെങ്കിൽ ഇത്തിരി ബാധ്യപ്പെട്ട പരിപാടി തന്നെയാണ്. കഷ്ടപ്പാട് നിറഞ്ഞ പരിപാടി തന്നെയാണ്. അതിന് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സിബിൽ സ്കോർ നോക്കുക എന്നുള്ളതാണ്. സിബിൽ സ്കോറിനകത്ത് ഒരു 650 മേളിൽ ഒരു 700 730 സ്കോറുള്ളവർക്ക് നമുക്ക് മുദ്രാ ലോൺ കിട്ടും. പക്ഷേ അതിനകത്ത് വേറൊരു പ്രോബ്ലം കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 730 സ്കോർ കാണും. പക്ഷേ നേരത്തെ എന്തെങ്കിലും അടവിനകത്ത് പെൻഡിങ് വന്നാൽ, അതായത് DPD എന്ന് പറയും, ഡിലേ പേയ്മെൻറ്റ്, അത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതും ഇതിനെ ബാധിക്കും. നമുക്ക് സിബിൽ സ്കോർ കുറവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ അതിനെ പരിഗണിക്കുന്നത്. അപ്പം നമുക്ക് ലോൺ റിജക്ഷൻ ആവും. പിന്നെ ഇതിനകത്ത് ചെയ്യാനുള്ള മുദ്രാ ലോൺ ചെയ്യാനുള്ള 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിധിയിൽ, നമ്മുടെ വാർഡിൻ്റെ പരിധിയിൽ പെടുന്ന ഏത് ബാങ്കാണ് ഇതിന് പറ്റുന്നതെന്ന് നമ്മൾ ആദ്യം നോക്കണം. അതായത് ഇപ്പം പാമ്പാടി ഗ്രാമപഞ്ചായത്തിൽ 4-ാം വാർഡ്, 5-ാം വാർഡ്, 6-ാം വാർഡ്, ഈ 6-ാം വാർഡിനൊരു ബാങ്ക് കാണും, 5-ാം വാർഡിനൊരു ബാങ്ക് കാണും. ഈ ബാങ്ക് ഏതാണെന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് പിടിച്ചിട്ട്, അത് SBI ആയിരിക്കാം, കാനറ ബാങ്ക് ആയിരിക്കാം, അത് ഏതെങ്കിലും ഒരു ബാങ്ക് ആയിരിക്കാം. അങ്ങനെയുള്ള ബാങ്കിൽ നമ്മൾ അന്വേഷിച്ച് ആ ബാങ്കിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ, സിബിൽ സ്കോർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ നെക്സ്റ്റായിട്ട് ബാങ്കിലേക്ക് നമ്മൾ അതിന് കൊടുക്കേണ്ടത് പ്രൊജക്റ്റ്, നമ്മൾ എന്താണ് ബിസിനസ് തുടങ്ങുന്നത് അതനുസരിച്ചുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി ആ പ്രൊജക്റ്റ് വഴിയാണ് നമുക്ക് ലോൺ തരുന്നത്. പക്ഷേ എല്ലാവരുടെയും ഒരു ധാരണ നമുക്ക് ക്യാഷാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെന്നാണ്. നമ്മുടെ കയ്യിലേക്ക് ഒരിക്കലും ക്യാഷായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടത്തില്ല. അത് കിട്ടുന്നത് ഏതാണ്, മാനുഫാക്ചറിങ് ആണെങ്കിൽ ആ സാധനം ഏതാണ്, മെഷീനറി എവിടെയാണ് മേടിക്കേണ്ടതെന്നാൽ ആ കമ്പനിയുടെ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ട് ആ കൊട്ടേഷനുള്ള കമ്പനിയിലേക്കാണ് ഈ ക്യാഷ് പോകുന്നത്. നമുക്കൊരു ചെറിയ തുക, അതിൻ്റെ ഒരു നമുക്ക് നടത്തിപ്പിനുള്ള ഒരു ചെറിയ തുക മാത്രമേ ഇതിനകത്ത് കിട്ടുകയുള്ളൂ. പലരുടെയും ധാരണ 10 ലക്ഷം രൂപ വരെ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾക്ക് ആ ഫണ്ട് കൊണ്ട് പല കാര്യങ്ങളും ഉപയോഗിക്കാമെന്നാണ്. പക്ഷേ ആ ഒരു ചിന്താഗതിയെ വെറും തെറ്റാണ്. നമുക്ക് ചെയ്യാനുള്ളത്, ഈ ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ അത് എവിടേക്കാണ് ചെയ്യുന്നത്, അതായത് ഏത് പ്രൊഡക്റ്റാണ് നമ്മൾ മേടിക്കുന്നതെന്നാൽ ആ പ്രൊഡക്റ്റ് തരുന്ന കമ്പനിയുണ്ട്, ആ കമ്പനിയിലേക്കാണ് ഈ ചെക്ക് അങ്ങോട്ട് അയക്കുന്നത്, ക്യാഷായിട്ട് അല്ല ചെക്കായിട്ട് അയക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിനുള്ള പ്രൊഡക്റ്റാണ് നമ്മളിവർ തരുന്നത്. അതിന് പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എവിടെയാണ് നമ്മളിത് ചെയ്യുന്നതെന്നാൽ ഒരു ലൈസൻസ് ഇതിന് മസ്റ്റാണ്. പഞ്ചായത്ത് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കൊടുക്കുകയുള്ളൂ. ആദ്യം നമ്മൾ റൂം എടുക്കുക. അതായത് ആദ്യം ആധാർ കാർഡ് നോക്കി സിബിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് പറയുമ്പോൾ അടുത്ത റൂം എടുക്കുക. റൂം എടുത്തിട്ട് അതിന് ഒരു ലൈസൻസ് ഉണ്ടാക്കുക. ആ ലൈസൻസ് വെച്ചിട്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുക. പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ മറ്റേ ലോണിലേക്ക് വരാൻ. മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 6 ലക്ഷം രൂപ നമ്മൾ പ്രൊജക്റ്റിലാക്കി കാണിച്ചാൽ അതിൻ്റെ 70% നമുക്കവർ തരുന്നത്. 70 അല്ല 75% വരെ മാക്സിമം. 10 ലക്ഷം രൂപയാണെങ്കിൽ അതിൻ്റെ 7 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളതാണ് അതിനകത്തെ ഇത് കാരണം. നമുക്ക് ഈ ഒരു ലോണ് നമുക്ക് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്ത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. AR ഫിൻസർവ് സൊല്യൂഷൻസ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളത് ചെയ്യുന്നതിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു നിസ്സാര പൈസ മാത്രമേ ഞങ്ങൾ ഈടാക്കുന്നുള്ളൂ. നിങ്ങളെ എമൗണ്ട് എത്രയാണ്, നിങ്ങൾ ലോൺ സാങ്ഷൻ ആകുന്നാൽ അതിൻ്റെ ഒരു 2% നമ്മൾക്ക് തരണം. പക്ഷേ നമ്മൾ ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക. 9450 50 31. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം, തൃശ്ശൂർ, ഇത്രയും ജില്ലകളിൽ മാത്രമേ ഞങ്ങളത് ചെയ്യുന്നുള്ളൂ. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ, തിരുവനന്തപുരം, കോട്ടയം, ഇത്രയും ജില്ലകളിൽ മാത്രമേ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നുള്ളൂ. അതിന് താല്പര്യമുള്ളവർ ആദ്യമായി നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും അയച്ചു തരിക. സിബിൽ നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇന്ന പോലെ പ്രൊജക്റ്റ് ഉണ്ടാക്കണം. അതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്. പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നതിന് പ്രൊജക്റ്റിൻ്റെ ഫണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്യേണ്ടതാണ്. അത് നമ്മൾ കൊടുക്കുന്നതല്ല. പ്രൊജക്റ്റ് കമ്പനിയിലേക്ക് പൈസ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ ഇതിനകത്തൊരു തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നുമില്ല. സിബിൽ ഇല്ലാത്തവർ ഈ ഭാഗത്തേക്ക് ചിന്തിക്കുക പോലും വേണ്ട. ഓക്കെ, ബൈ.